കൂട്ടുകാരെ, റിട്ടയർമെന്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വടുകപ്പുളി നാരങ്ങ കൊണ്ടുള്ള ഒരു അച്ചാർ. അത് തോല് കളയാതെ വടുകപ്പുളി നാരങ്ങ കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്നും പിന്നെ അതിൻ്റെ ഫ്ലേവർ മുഴുവനായിട്ടും അതിലെങ്ങനെ നിലനിർത്താമെന്നും ഉള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കാം. വരും എല്ലാവരും, നമുക്ക് അത് തയ്യാറാക്കാം. നാരങ്ങ കുരുവൊക്കെ കളഞ്ഞ് നാരങ്ങ കഴുകി വൃത്തിയാക്കി തുടച്ച് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ തൊലിയോട് കൂടിയാണ് എടുക്കുന്നത്. നാരങ്ങയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലിയിലാണുള്ളത്. അപ്പോൾ ആ ഫ്ലേവർ നമുക്ക് കിട്ടുന്ന വിധത്തിൽ പാചകം ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഞാൻ തൊലിയോട് കൂടി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല തൊലിയോടുകൂടെ അരിഞ്ഞ് വെച്ചത് കാണാൻ തന്നെ നല്ല രസമാണ്. നാരങ്ങ അരിയുമ്പോൾ ഒരു മണമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വടുകപ്പുളി നാരങ്ങ തൊലി കളഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ നല്ല രുചിയൊക്കെ തന്നെയായിരിക്കും. പുളി കയ്പൊന്നും അറിയില്ല. പക്ഷേങ്കിൽ ഈ കയ്പിനെ മറികടക്കുന്ന ചേരുവകൾ ഇതിലേക്ക് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഗുണവും കിട്ടും, ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടില്ല. നല്ല മണമായിരിക്കും ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ. തൊലി ആണ് അതിൻ്റെ ഫ്ലേവർ മുഴുവനും അതിലാണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് ഈ നാരങ്ങയിലേക്ക്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളകും 1 കൂട് വെളുത്തുള്ളിയും ഇതിൽ ചേർത്തിട്ടുണ്ട്. നാരങ്ങയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 15 മിനിറ്റ് നേരം ഇത് ഉപ്പൊക്കെ ചേർത്ത് നന്നായി തിരുമ്മി എടുത്ത് വെക്കുക. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അച്ചാറ് ഉണ്ടാക്കാനുള്ള. ഒരു കട്ടിയുള്ള പാത്രം വെക്കണം. അടി നല്ല ചൂട്, നല്ല കട്ടിയുള്ള പാത്രം വെക്കണം. അല്ലെങ്കിൽ എണ്ണ പുകഞ്ഞു പോകും. ഇത്ര കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാത്രമാണ്. അത് ചൂടാകണം നന്നായിട്ട്. അപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി പാത്രം നല്ല ചൂടാകണം. സ്റ്റീൽ പാത്രമാണ് ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയുള്ള സ്റ്റീൽ പാത്രം. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ പലപ്പോഴും നമ്മുടെ വിഭവത്തിൻ്റെ ടേസ്റ്റിനെയും ബാധിക്കാറുണ്ട്. മൺചട്ടിയിൽ വെക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരില്ല. നമ്മൾ വേറെ പാത്രങ്ങളിലേക്ക് മാറ്റും, കുപ്പികളിലേക്കൊക്കെ മാറ്റും, ഭരണിയിൽ ഇട്ട് വെക്കും. അച്ചാറിന് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലെണ്ണയാണ്. അപ്പം നല്ലെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പാത്രത്തിലെ ജലാംശം മുഴുവൻ വറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കണം. കച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ്. അതിൽ നമ്മൾ ഉലുവ ഇട്ട് കാച്ചും.
പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഈ തൊലിയുടെ കയ്പ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു ബ്ലാക്ക് കളറായി. പുളിവെള്ളം, ചൂടാക്കിയ അച്ചാർ പൊടി. ഇനി പതുക്കെ ഇതൊന്ന് വാടി വരണം പുളിവെള്ളത്തിൽ കിടന്നിട്ട്. കുറച്ച് കായപ്പൊടി ഇടുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ലേശം ഉപ്പ് അതിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് മതിയാവില്ല. ഇനി കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പും നല്ലെണ്ണയാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് നിശ്ചയിക്കുന്നത്. കുറച്ച് കല്ലുപ്പിട്ടു. നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഒന്ന് തിളയ്ക്കണം, പതുക്കെ തിളയ്ക്കുക തന്നെ വേണം. ഈ തൊണ്ടൊന്ന് വാടണം. പതുക്കെ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം മഞ്ഞയും ഒരു ബ്രൗണും നിറമായിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. വിനാഗിരി ഹെൽത്തി അല്ല, പിന്നെ കുറച്ച് കാലം വെക്കേണ്ട കൊണ്ട് മാത്രം കുറച്ച് ഒഴിക്കുകയാണ്. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തീ അങ്ങ് ഓഫാക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നോക്കുക. ഉപ്പ് ലേശം അധികം വേണം ഇത് ഉണ്ടാക്കുമ്പോൾ, ഉപ്പിൻ്റെ അളവ്. അപ്പോൾ നമ്മളൊന്ന് നോക്കണം. ഉപ്പ് ഇത്തിരി മുകളിൽ നിൽക്കണം. എന്നിട്ട് കുറച്ച് ദിവസം, ഒരാഴ്ച കഴിയുമ്പോൾ ഇത് നല്ല ഭയങ്കര ടേസ്റ്റിയാണ്. ഉപ്പൊക്കെ പിടിച്ച് നാരങ്ങ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇത്. ഒരു കഷ്ണത്തിൻ്റെ മണം മതി ഭക്ഷണം കഴിക്കാൻ.
പാവം തോന്നുന്നതിന്. അത് നമ്മളെ ഒരിക്കലും സ്നേഹിക്കാതിരുന്നിട്ടില്ല ഒന്നി. പട്ടി ആയതുകൊണ്ട് അതിന് പിന്നെ അച്ചാറ് തണുത്തു ശരിക്കും. ഇനി നമ്മളതിനെ ഒരു ഭരണിയിലേക്ക് ആക്കി വെക്കാൻ പോവുകയാണ്. ഇതൊരു 3 ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാവും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നല്ല പാകമാകും, നല്ല ടേസ്റ്റാവും. കയ്പൊക്കെ പോയി ഭയങ്കര രസകരമായ ഒരച്ചാറായിട്ടിത് മാറും. ഒരു നാരങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഒരിടത്തരം നാരങ്ങ. കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അങ്ങനെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വടുകപ്പുളി നാരങ്ങ തൊലി കളയാതെയുള്ള അച്ചാറ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ആ നാരങ്ങയുടെ ഫ്ലേവർ മുഴുവനും ഇതിൽ അനുഭവപ്പെടുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.